കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. നിങ്ങൾക്കെല്ലാം സന്തോഷമായി കാണുമെന്ന് എനിക്കറിയാം. സന്തോഷായി ഡി കെ, വളരെ സന്തോഷായി. എന്താ മായയ്ക്ക് സന്തോഷമില്ലേ? അതോ ഇനിയും ജ്യോതിയെ ശത്രുപക്ഷത്ത് നിർത്താനാണോ ഉദ്ദേശം? ഇല്ല ഡി കെ. ഇനി മുതൽ സുപ്രിയയുടെ അതേ സ്ഥാനത്ത് നിങ്ങൾ ജ്യോതിയെ കാണണം. അതേ ബഹുമാനം നിങ്ങൾ ജ്യോതിക്ക് നൽകണം. ഞാൻ ജ്യോതി അംഗീകരിക്കാത്തതായിരുന്നല്ലോ നിങ്ങളുടെയൊക്കെ പ്രശ്നം. എന്റെ തെറ്റ് ഞാൻ തിരുത്തി കഴിഞ്ഞു. അമരാവതിയിലെ മരുമകൾ ഇനി ജ്യോതിയാ. ഇതുവരെ നിങ്ങൾ ജ്യോതിയോട് ചെയ്തതെല്ലാം, അവൾക്ക് വിഷം കൊടുത്തതടക്കം ഞാൻ മറക്കാം. പഴയതൊന്നും ഇനി ആവർത്തിക്കരുത്. ഡി കെയുടെ ഭാര്യയാണ് ജ്യോതി എന്ന ഓർമ്മ നിങ്ങൾക്ക് എപ്പോഴും വേണം. മായയ്ക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായോ? മനസ്സിലായി. ഡി കെ ജ്യോതി അംഗീകരിച്ച പിന്നെ ഞങ്ങൾക്കെന്താ പ്രശ്നം? യാത്ര കഴിഞ്ഞ് വന്നതല്ലേ, ഞങ്ങൾ ചായ എടുക്കാം. വേണ്ട. ജ്യോതിക്ക് പനിയുടെ നല്ല ലക്ഷണമുണ്ട്. കുരുമുളകിട്ട് ഞാനൊരു ചുക്ക് കാപ്പി ഇട്ട് കൊടുക്കട്ടെ? എന്താ മൂന്നുപേരിങ്ങനെ മിഴിച്ചു നോക്കുന്നു? കോഫി ഞങ്ങളിട്ടാ പോരെ ഡി കെ? പോരാ. ആ ചുക്ക് കാപ്പിക്ക് ഒരു പ്രത്യേക കൂട്ടുണ്ട്. അത് ഞാൻ തന്നെ റെഡിയാക്കി കൊടുത്തോളാം. പനി ജ്യോതിക്കല്ല മായച്ചി, ഈ ഡി കെക്കാ. ഇത് വെറും പനിയല്ല, പ്രേമത്തിന്റെ പനിയാ. ഇതിനൊരു ചുക്കാപ്പിയൊന്നും മതിയാവില്ല. അപ്പോ നമുക്ക് മുകളിൽ അമ്മായിയമ്മയുടെ കസേരയിട്ട് അവൾ ഇരിപ്പുറപ്പിച്ചു കഴിഞ്ഞു. അതെ മായച്ചി, ഇന്നു മുതല് ജ്യോതി നമ്മുടെ യഥാർത്ഥ അമ്മായിയമ്മയാ. മനസ്സിലായില്ലേ? മിസ്സസ് ഹിറ്റ്ലർ ഇപ്പൊ നമ്മുടെ സ്വന്തം അമ്മായിയമ്മയാണെന്ന്. എന്തൊക്കെയാ മായച്ചി നമ്മളീ കാണുന്നേ? ഡി കെ ജ്യോതിക്കായിട്ട് കാപ്പി ഉണ്ടാക്കുന്നു. പ്രേമം തലയ്ക്ക് പിടിച്ച വെറും കാപ്പിയല്ല, ഒരു കാപ്പിത്തോട്ടം തന്നെ ഉണ്ടാക്കും. അതാ അതല്ല ഡി കെ. പിന്നെന്താ? സുപ്രിയന്റെ മാത്രം മനസ്സിൽ ധ്യാനിച്ചിരിക്കുന്ന ഡി കെക്ക് എങ്ങനെ ജ്യോതിയെ സ്നേഹിക്കാൻ കഴിയും? ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിൽ മനുഷ്യർ പല തരത്തിലാണ് ചിന്തിക്കുന്നത്.
ഒരിക്കൽ ജീവിതം നമ്മളെ തോൽപ്പിച്ചാൽ നമ്മൾ കരുതും പിന്നീട് ഒരിക്കലും ജീവിതത്തോട് പൊരുതി ജയിക്കാനാവില്ലെന്ന്. പക്ഷേ ഒരിക്കൽ തോൽപ്പിച്ച ജീവിതം തന്നെ അവന് ജയിക്കാൻ അവസരം നൽകും. നിങ്ങൾ ചോദിച്ചതിനുള്ള ഉത്തരം അതാ. ഡീക്കെ പറഞ്ഞത് ഞങ്ങൾക്ക് ശരിക്കും അങ്ങോട്ട് മനസ്സിലായില്ല. പറയാം. സുപ്രിയയെ സ്നേഹിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ കരുതി എന്റെ ജീവിതം പൂർണ്ണമാകുന്നത് അവളിലൂടെ മാത്രമാണെന്ന്. സുപ്രിയ മരിച്ചപ്പോ ജീവിതം മൊത്തമില്ലാതായി. ഞാൻ ഇരുട്ടിലായി. പക്ഷേ ഇപ്പൊ അതേ സുപ്രിയ തന്നെ ജ്യോതി എനിക്ക് നൽകി. ഇപ്പൊ എന്റെ ജീവിതത്തിന് പുതിയ അർത്ഥം നൽകി. നിങ്ങൾ ഒന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ജ്യോതിയും സുപ്രിയയും എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഒന്ന് തന്നെയാണ്. ആ സത്യം തെളിയിച്ചു തരാൻ വേണ്ടി മാത്രം നിയോഗം പോലെ ഞങ്ങൾ മൂകാംബികയിലെത്തിയതും ദേവി ഞങ്ങളെ ഒരുമിച്ച് ചേർത്തതും. ഇപ്പോ കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായില്ലേ? ജ്യോതിയാണ് ഇനി എന്റെ എല്ലാം. സ്നേഹം വാങ്ങാൻ മാത്രമുള്ളതല്ല, കൊടുക്കാനും കൂടി ഉള്ളതാണെന്ന് മനസ്സിലാക്കിയാൽ മതി. എല്ലാ പ്രശ്നങ്ങളും തീരും. ഇന്ന് ഞാൻ ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്റെ ജ്യോതിയെ മാത്രമാണ്. അതിനപ്പുറമുള്ള ഒരു ലോകവും എനിക്കിനി ആവശ്യമില്ല. അതെ, ഒന്ന് മാറി നിന്നാൽ ഞാൻ ഈ ചുക്കാപ്പി എന്റെ ഭാര്യയെ കൊണ്ട് കൊടുക്കട്ടെ. ഞങ്ങൾക്കിത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല. ചിലത് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാം നമ്മുടെ വിശ്വാസങ്ങളെ കടപുഴക്കി എറിയുന്ന കാര്യങ്ങളായിരിക്കും. ഇതും അങ്ങനെ തന്നെയാണെന്ന് കരുതിയാൽ മതി. സുപ്രിയോടുള്ള എന്റെ സ്നേഹം മുഴുവൻ ഇപ്പോൾ ഒഴുകുന്നത് ജ്യോതിയിലേക്കാ. ഇനി ജ്യോതിയല്ലാതെ മറ്റൊരാളെ സ്നേഹിക്കാൻ എനിക്ക് കഴിയില്ല. മായച്ചി, ഡിക്കയുടെ കിളി പോയിന്നാ തോന്നുന്നേ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ജ്യോതി. എന്റെ ജീവന്റെ ജീവന നീ. നീ ഇനി ആർക്കും പകരക്കാരിയല്ല, ഡിക്കയുടെ ഭാര്യ. ജ്യോതി, എനിക്ക് സന്തോഷായി ജ്യോതി. ഒടുവില് നിനക്ക് അർഹതപ്പെട്ടത് മൂകാംബിക ദേവി തന്നു. ശരിയാ ചിത്ര. ഒരുപക്ഷെ അവിടേക്ക് ആ യാത്ര പോയില്ലായിരുന്നെങ്കിൽ എന്റെ ഹിറ്റ്ലറിനെ എനിക്കിങ്ങനെ കിട്ടില്ലായിരുന്നു. ദേവി തന്നെ ഞങ്ങൾക്കൊപ്പം വന്നു, എല്ലാം കാണിച്ചു തന്നു. ഒടുവിൽ എന്റെ ജീവിതവും എനിക്ക് തിരിച്ചു തന്നു. ദേവി തന്നെ ആയിരിക്കും അല്ലേ അപർണയായിട്ട് നിങ്ങളുടെ കൂടെ വന്നത്? അല്ലെങ്കിൽ പിന്നെ അപർണ എന്തിനാ ആ വണ്ടിയിൽ വന്ന് കയറിയത്? ക്ഷേത്രത്തിലല്ല ഞങ്ങളെ കൊണ്ടുപോയത്. സൗപർണികയിൽ സുപ്രിയയ്ക്ക് വേണ്ടി ദീപം ഒഴുക്കുമ്പോഴും അപർണ ഒപ്പം ഉണ്ടായിരുന്നു. സത്യത്തിൽ കൊക്കയിലേക്ക് വീണുപോയ നിമിഷം അപർണ വന്ന് കൈ പിടിച്ച് രക്ഷിച്ചതുപോലെയാ എനിക്ക് തോന്നിയത്. കേട്ടിട്ട് എന്റെ മേലാകെ കോരിത്തരിക്കുക. എനിക്കിപ്പോഴും ആ വിറയില് മാറിയിട്ടില്ല. ഇപ്പൊ അതെല്ലാം കഴിഞ്ഞില്ലേ? ഡിക്കയ്ക്കിപ്പോ നിന്നോട് എന്താ സ്നേഹം?
ദേ അടുക്കള കയറി ഡി കെ നിനക്ക് വേണ്ടി ചുക്കാപ്പി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ചുക്ക് കാപ്പിയോ? അതെ, നിനക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കുന്ന ഔഷധ കാപ്പിയെന്നാ പറഞ്ഞ്. ഓ, എന്റെ ദേവി, കരിമ്പാറ പോലെ നിന്ന ഞങ്ങളുടെ അമ്മായിയപ്പന ഇപ്പതേ ഭാര്യയ്ക്ക് വേണ്ടി ചുക്കാപ്പി തിളപ്പിക്കുന്നു. വല്ലാത്ത മാജിക് തന്നെ. എടി, 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 എടി. എന്താ എന്റെ ഭർത്താവിനെ കളിയാക്കുന്നു? എന്റെ ചെവി കാണിച്ചു കേട്ടോ. എന്റെ ചെവി ആരോട് സ്നേഹം കാണിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെടുന്നു. എന്താ ഇവിടെ? പനിയായിട്ട് ഇങ്ങനെ ശരീരം അനക്കുന്ന എന്തിനാ? റെസ്റ്റ് എടുത്തൂടെ? ചൂടോടുകൂടി ഇതങ്ങ് കുടിച്ചേ. എന്റെ പൊന്നേട്ടാ, എന്നെ ഇങ്ങനെ വെറുതെ രോഗിയാക്കല്ലേ. എനിക്കൊരു കുഴപ്പമില്ലെന്നേ. ഡി കെ, ഞങ്ങൾക്കൊന്നും വാങ്ങിച്ചില്ലേ? അതെല്ലാം എന്താ ജ്യോതി വാങ്ങിച്ചിട്ടുണ്ട്. അത് ജ്യോതി തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും തരും. ഒന്നും വേണ്ട ഡി കെ, ഞാൻ വെറുതെ ചോദിച്ചതാ. നിങ്ങളുടെ ഈ സന്തോഷം കണ്ടാ മതി. അക്കാര്യത്തിൽ നിങ്ങൾ ആരും സംശയിക്കേണ്ട. ജ്യോതിക്കിനി ഈ ജീവിതത്തിൽ സന്തോഷം മാത്രമേ ഉണ്ടാവൂ. അപ്പൊ ശരി, ഞാൻ പോട്ടെ. ജ്യോതി റെസ്റ്റ് എടുത്തോ. ആ, എന്തിനേട്ടാ ഈ ചുക്കാപ്പിയൊക്കെ ഇടാൻ പോയത്? അവരൊക്കെ എന്ത് വിചാരിച്ചു കാണും? എന്തു വിചാരിക്കാൻ? ഇതുവരെ നിനക്ക് നിഷേധിക്കപ്പെട്ടതെല്ലാം അതിന്റെ 10 ഇരട്ടിയായി ഞാൻ നിനക്ക് തിരിച്ചു തരും. അതെന്റെ കടമയാ. എന്റെ ദൈവമേ, ഡി കെക്ക് ഇങ്ങനെയൊക്കെ സ്നേഹിക്കാൻ അറിയാമോ? ആര് പറഞ്ഞു എനിക്ക് സ്നേഹിക്കാൻ അറിയില്ലെന്ന്? ആ, കാപ്പി തണുക്കും, നീ കുടിക്കേ. കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. ഉണ്ടാക്കിയ ആളുടെ കൈപ്പുണ്യം കൂടി ഇതിന്റെ കൂടെ ഉണ്ട്. അതില്ല എന്ന് പറയുന്നില്ല. പക്ഷേ ചിലർക്ക് വേണ്ടി ഉണ്ടാക്കുമ്പോ രുചി തനിയെ വരും. സ്നേഹമുള്ളവർക്ക് വേണ്ടി ആവുമ്പോ ആ രുചി കുറച്ച് കൂടുതലാവും. കുടിക്ക്. അങ്ങനെ മൈ ലിറ്റിൽ കണ്ണൻ എന്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തന്നു. അല്ല, നിങ്ങക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലേ? ഡി കെ ജോജുടെ ലവ് പറഞ്ഞതേ എവിടെ വെച്ചാണെന്ന് അറിയോ നിങ്ങക്ക്? അമ്മേ, കേട്ടത് തന്നെ വിശ്വസിക്കാൻ വയ്യാത്ത അവസ്ഥയിലാ ഞങ്ങളിപ്പോ. എന്നാലും ഡി കെക്ക് എങ്ങനെ സുപ്രിയന്റിയെ മറക്കാൻ പറ്റി? അപ്പൊ ഇത്രയും കാലം സുപ്രിയാന്റിക്ക് വേണ്ടി ജീവിച്ചു എന്ന് പറഞ്ഞതൊക്കെ വെറുതെയായി? നോ, അതെങ്ങനെ വെറുതെയാവും? ഇത്രയും കാലം അവൻ സുപ്രിയ ഓർത്ത് ജീവിച്ചു. ഇനി അവൻ അവന്റെ വൈഫിന് വേണ്ടി ജീവിക്കും. ജ്യോതിയും എന്റെ മോനും തമ്മില് ഒന്നാവണം തീരുമാനിച്ചതേ എന്റെ മൂകാംബിക ദേവിയാ. അതുകൊണ്ടാ കുടജാത്രിയിൽ വെച്ച് ദേവി അവനെല്ലാം തെളിയിച്ചു കൊടുത്തത്. ലോകത്താരും ഇതുപോലൊരു സർവജ്ഞ പീഠത്തിൽ വെച്ച് ലവ് പറഞ്ഞിട്ടുണ്ടാവില്ല. അല്ലമ്മേ, അപ്പോ ആ അപർണ അത് ശരിക്കും ദേവിയായിരുന്നോ? പിന്നല്ലാതെ. ദേവി തന്നെ അവർക്കൊപ്പം കൂടിയെന്നേ. അവരെ മൂകാംബികയെ കൊണ്ടുപോയി, കുടജാദ്രിയെ കൊണ്ടുപോയി. ഒടുവിൽ അവരെ തമ്മിൽ ഒരുമിച്ചങ്ങ് ചേർത്തു. അവിടെ സർവം സാക്ഷി ദേവി തന്നെയാ. ഐ ആം ഷുവർ. അമ്മ പറഞ്ഞ ശരിയാ. ഡി കെക്ക് ജ്യോതിയോട് പ്രണയം പറയാൻ ഇതിനേക്കാൾ പരിശുദ്ധമായൊരു സ്ഥലം ഈ ഭൂമിയിൽ വേറെ ഇല്ല. ഓ, അത് ദേവിയൊന്നും ആയിരിക്കില്ല. തീർത്ഥാടനത്തിന് വന്ന ഏതെങ്കിലും ഒരു പെൺകുട്ടിയായിരിക്കും. പിന്നല്ലാതെ ട്രാവൽ വ്ലോഗറായിട്ട് വേഷം കെട്ടി ലിഫ്റ്റ് ചോദിച്ചു വരാൻ ദേവി എന്താ ഫാൻസി ഡ്രസ്സുകാരിയാണോ? എനിക്കിതൊന്നും വിശ്വാസം വരുന്നില്ല.
നിങ്ങൾ വിശ്വസിക്കണ്ട, പക്ഷേ എനിക്ക് വിശ്വാസമാ. എന്റെ ദേവി തന്നെയാ. മൂകാംബിക ദേവിയുടെ അനുഗ്രഹം കിട്ടിയ ഭാര്യ ഭർത്താക്കന്മാരാ അവര് രണ്ടുപേരും. പഴയ പോലെ അവരോട് കുശുമ്പും കുഞ്ഞായ്മയും കാണിച്ചാലുണ്ടല്ലോ, ദേവി നിങ്ങളെ ശിക്ഷിക്കും. പറഞ്ഞില്ല എന്ന് വേണ്ട. അമ്മ പറഞ്ഞത് കേട്ട് മൂകാംബികയില് പോകാൻ എനിക്കും ആഗ്രഹം തോന്നുന്നമ്മ. ഒരിക്കൽ ബാലുവിനെയും കൂട്ടി എനിക്ക് എവിടെ പോണം. വെരി ഗുഡ്. പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുമ്പോ ദേവിയെ കാണാൻ അവിടെ എത്താൻ നിങ്ങൾക്ക് കഴിയില്ല. ദേവിക്ക് നിങ്ങളെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടാവണം. അപ്പോഴേ അവിടെ ചെല്ലാൻ പറ്റൂ. ദേ, നിങ്ങൾ രണ്ടുപേരുടെ കൂടെ ഞാൻ ട്രൂത്ത് പറയാം. റിയൽ ലവ് ഈസ് വെരി ബ്യൂട്ടിഫുൾ. നിങ്ങളും പ്രേമിച്ചു നോക്കൂ. ദേവന്മാരും ദേവിമാരും അതിനെ ഹെൽപ്പ് ചെയ്യും. ഓൾഡ് ഈസ് ലവ് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? മൈ സൺ ലവ് ജ്യോതി, ജ്യോതി ലവ് മൈ സൺ. അത് മനസ്സിലാക്കിയ മൂകാംബിക ദേവി മുഴുവൻ ലവും അവർക്ക് കൊടുത്തു. ഇപ്പൊ അവർ ലവിംഗ് കപ്പിൾസാ. വെരി വെരി ലവിംഗ് കപ്പിൾസ്. ഇപ്പൊ എല്ലാം വിശദമായി കേട്ടില്ലേ? കേട്ടു. ആ, എന്നാ കിച്ചണിൽ പോയി ഓരോ ടീ ഉണ്ടാക്കി കുടിക്ക്. രണ്ടുപേരും ഒരു സമാധാനം കിട്ടും. ചെല്ല്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു മനസ്സമാധാനക്കേടുമില്ല. DK ജ്യോതിയെ അംഗീകരിച്ചു എന്ന് നേരത്തെ ഞങ്ങളോട് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ അവളെ നേരത്തെ അമ്മായി അമ്മയായിട്ട് അംഗീകരിച്ചേനെ. ഇപ്പൊ DK നേരിട്ട് തന്നെ ഞങ്ങളോട് കാര്യം പറഞ്ഞു. ഞങ്ങളും അവളെ അംഗീകരിച്ചു. ഇനി അവരെ ലവ് ചെയ്യുകയോ ലൈഫ് എൻജോയ് ചെയ്യുകയോ എന്ത് വേണേലും ചെയ്തോട്ടെ. വാ മായച്ചി. തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല അല്ല ചിത്രേ? 6 മാസത്തിനകം DKയുടെയും ജ്യോതിയുടെയും ഡിവോഴ്സ് സ്വപ്നം കണ്ടിരുന്നതാ രണ്ടുപേരും. ആ പ്രതീക്ഷയ്ക്ക് ഇപ്പൊ തകർന്ന് തരിപ്പണായി പോയി. അതിന്റെ നിരാശ രണ്ടുപേർക്കും. ആ ബേട്ടി, മൂകാംബിക ദേവിയുടെ തീരുമാനം അവരുടെ ലൈഫ് സൂപ്പർ ആയിരിക്കണമെന്നാ. എന്റെ ദേവി, എന്റെ മക്കളെ കാത്തോളണേ. എന്റെ ദേവി, എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല. ഈ DK ഇത്രയ്ക്ക് റൊമാൻറ്റിക് ആയിരുന്നോ? നമ്മൾ കണ്ട പഴയ DK അല്ല ഇത്. ജ്യോതിയെ കെട്ടിപ്പിടിക്കുന്നു, അവൾക്ക് കാപ്പി ഉണ്ടാക്കി കൊടുക്കുന്നു. ഇത്രയും കാലം DK ഈ പ്രേമത്തിന്റെ കുട്ടിച്ചാത്തനെ മനസ്സിൽ എങ്ങനെ തളച്ചിട്ടുന്ന എന്റെ സംശയം. ഇതിൽ സംശയിക്കാൻ ഒന്നുമില്ല. അമ്മ അവരെയും കൂട്ടി ഇവിടുന്ന് മൂകാംബികയിലേക്ക് പോയപ്പോഴേ ഞാൻ ഈ അപകടം പ്രതീക്ഷിച്ചതാ. അതല്ലേ അമ്മ നമ്മളെ പോലും കൂടെ കൊണ്ടുപോകാതിരുന്നത്? അതിനിപ്പോ എന്താ കുഴപ്പം സംഭവിച്ചത്? അവര് തമ്മിൽ പ്രേമത്തിലായി, അത്രയല്ലേ ഉള്ളൂ. ജ്യോതി DKയുടെ ഭാര്യയായി വീട്ടിൽ വന്നിട്ട് കൊല്ലം 1 കഴിഞ്ഞു. ഇത്രയും കാലം അവൾക്ക് DK എന്തൊക്കെ നിഷേധിച്ചോ അത് ഇരട്ടിയായി ഇപ്പൊ തിരിച്ചു കൊടുക്കുന്നു. നമ്മൾ അത് കണ്ട് സന്തോഷിക്കല്ലേ വേണ്ടത്? ഇത് വെറും ഇരട്ടിയല്ല, 10 ഇരട്ടിയാ, അതും ഡബിൾ സ്ട്രോങ്ങില്. ഇതൊക്കെ കൺമുന്നിൽ കണ്ടു നിന്ന് സഹിക്കാൻ നിനക്ക് പറ്റുമായിരിക്കും, പക്ഷേ ഞങ്ങൾക്ക് പറ്റുന്നില്ല. അല്ലെങ്കിലും മീൻ തിന്നുന്ന പൂച്ചയ്ക്ക് പട്ടിണി കിടക്കുന്ന പൂച്ചയുടെ വിഷമം മനസ്സിലാവില്ലല്ലോ. നമുക്കുണ്ട് 3 കോന്തം ഭർത്താക്കന്മാര്. കുടജാദ്രിമല കേറണ്ട, അടുത്തുള്ള അമ്പലത്തിൽ എങ്ങനെ കൊണ്ടുപോയാൽ മതിയായിരുന്നു. സ്നേഹത്തോടെ ഒന്ന് സംസാരിച്ചിട്ട് എത്ര നാളായി. എന്റെ ഗോകുലേട്ടൻ ഐ ലവ് യുന്ന് ഒരു തവണയെങ്കിലും എന്നോട് പറഞ്ഞാ മതിയായിരുന്നു. ഒന്ന് മിണ്ടാതിരിക്കടി. അവളുടെ ഒരു പൈങ്കിളി വർത്തമാനം കേട്ടില്ലേ? ഐ ലവ് യു പറയണം പോലും. മായേച്ചി, അല്ലെങ്കിലും പ്രേമം എപ്പോഴും പൈങ്കിളി തന്നെയാ. താരേച്ചി പറഞ്ഞ സത്യ. പലപ്പോഴും എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട്.
മായേച്ചിക്ക് തോന്നിയിട്ടില്ലേ ഒരിക്കലെങ്കിലും ശ്രീറാമേട്ടൻ മായേച്ചിയോട് അങ്ങനെ പറയണോന്ന്? തോന്നിയിട്ടില്ലെന്ന് ആര് പറഞ്ഞു? ഞാനൊരു പെണ്ണല്ലേ. ഈ പ്രേമോ ഇഷ്ടമൊക്കെ എന്റെ മനസ്സിലുണ്ട്. പക്ഷേ അലക്ക് കഴിഞ്ഞിട്ട് കാശിക്ക് പോവാൻ നേരമില്ലെന്ന് പറയും പോലെയാ ശ്രീയേട്ടന്റെ കാര്യം. റെസ്റ്റോറന്റിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരം വേണ്ടേ? അതോ ഇനി 3 എണ്ണം കൂടി ബാംഗ്ലൂരിൽ പുതിയ സെറ്റപ്പ് തുടങ്ങിയോന്ന് എന്റെ സംശയം. 3 വിളഞ്ഞ വിത്തുകളാ. താരേച്ച അതൊന്നും പേടിക്കണ്ട. DK വളർത്തിയതിന്റെ ഗുണം അവർക്ക് 3 പേർക്കും ഉണ്ട്. എന്നാലും കൺമുന്നിൽ DKയുടെ പ്രണയനാടകം കണ്ട് സമാധാനത്തോടെ നമ്മൾ എങ്ങനെ ജീവിക്കും? ഇങ്ങനെയാണ് അവരുടെ ലൈഫ് എങ്കിൽ നമ്മുടെ കാര്യം പോക്കാം.